ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 ഒന്ന് കണ്ടോണേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Question number 1. A 17-year-old male comes to see you because he is experiencing tremendous stress in his new job. He has finished his O-level examination and waiting to start the national service in 6 months. He got an offer to work in a shoe shop which specializes in selling female shoes. He realizes that he feels sexually aroused by female shoes. He spends a lot of time fantasizing about female shoes. He stole multiple pairs of shoes from the shop and he used them for masturbation. And he used to be normal person. He was a hardworking student whose main interest were chemistry and physics. What is most likely diagnosis? വലിയൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാത്തിനും ഒന്ന് ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 17-year-old മെയിലാണ്, ആകെ വയസ്സ് 17 വയസ്സേ ഉള്ളൂ. എന്നിട്ട് നമ്മളുടെ അടുത്ത് വരുവാണ്. എന്താണ് അവന് കൂടുതലും പ്രശ്നം? അവന് ഭയങ്കര സ്ട്രെസ്സാണ്, ട്രമണ്ടസ് സ്ട്രെസ് ഇൻ ഹിസ് ന്യൂ ജോബ്. പുതിയ ജോലി അവന് കിട്ടിയതിൽ അവന് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അവന് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫീൽ ചെയ്യുവാണ്. അതിന് കാരണം എന്താണ്? അപ്പോൾ അവൻ ഓൾറെഡി നാഷണൽ സർവീസിൽ അവന് ഓൾറെഡി വെയിറ്റ് ചെയ്തുകൊണ്ട്, എക്സാമിനേഷൻ അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ ഈ ഒരു ജോലി കിട്ടുന്നത്, ഷൂ ഷോപ്പിൽ ജോലി കിട്ടുന്നത്. പ്രത്യേകിച്ച് ആ ഷൂ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? സെല്ലിങ് ഫീമെയിൽ ഷൂസ്, പെൺകുട്ടികളുടെ ഷൂസാണ് അവിടെ സെല്ല് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കാണ് അവന് മനസ്സിലാവുന്നത് എന്താണ്? ആ ഷൂസ് കാണുമ്പോൾ ഇവൻ സെക്ഷുവലി അറൗസ്ഡ് ആവുകയാണ്. അപ്പം അവൻ അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് ഷൂസൊക്കെ, പെൺകുട്ടികളുടെ ഷൂസൊക്കെ കട്ടുകൊണ്ട് വന്നിട്ട് അവൻ എന്താണ് മാസ്റ്റുർബേഷനൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവന് തന്നെ മനസ്സിലാവുകയാണ് അവന് പ്രോബ്ലം ആണ്, അവനൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അവൻ ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവൻ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയണം. അപ്പോൾ കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ഡയഗ്നോസിസ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് ലൈക്ലി, വാട്ട് ഈസ് എ മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ്? ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ 1 അഡ്ജസൻറ്റ് ഡിസോർഡർ, ഫെറ്റിഷിസം, ക്ലെപ്റ്റോമാനിയ, സാഡോമസോക്കിസം ആൻഡ് വോയിറിസം. ഇത്രയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഫെറ്റിഷിസം ആണ് കേട്ടോ. ഇപ്പം എന്താണ് ഫെറ്റിഷിസം നോക്കിയേ. ദിസ് മാൻ സഫേഴ്സ് ഫ്രം ഫെറ്റിഷിസം ബിക്കോസ് ഹി ഡിറൈവ്സ് സെക്ഷൽ സ്റ്റിമുലേഷൻ ഫ്രം ആൻ ഇൻആനിമേറ്റ് ഒബ്ജക്റ്റ്. ഇൻആനിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനില്ലാത്ത വസ്തുക്കൾ. ഫീമെയിൽ ഷൂസ് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത വസ്തുവാണ് അല്ലേ. അപ്പോൾ ആ ഒരു സാധനം കാണുമ്പോഴേക്കും സെക്ഷൽ, അതായത് ജീവനില്ലാത്ത വസ്തുക്കൾ കാണുമ്പോൾ സെക്ഷൽ അറോസൽ ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ഫെറ്റിഷിസം. ആൻഡ് ഹിസ് ഫെറ്റിഷിസം കോസസ് സോഷ്യൽ ആൻഡ് ഓക്കുപേഷണൽ ഡിസ്ഫങ്ഷൻ. അതെ, അവൻ തന്നെ പറയുന്നുണ്ട് അവനോട് സ്ട്രെസ്സാണ്, അവന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ അവൻ്റെ ഓക്കുപേഷണൽ പ്രോബ്ലം ഉണ്ടാകുന്നത്, സോഷ്യലി അവന് തന്നെ എല്ലാത്തിൽ നിന്ന് വിഡ്രോ ആയി പോകുന്നു. അപ്പോൾ ആ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകതയാണത്. ബിക്കോസ് ഹി സ്പെൻസ് ഇൻഓർഡിനേറ്റ് ടൈം ഫാൻറ്റസൈസിങ് അബൌട്ട് ദ ഫീമെയിൽ ഷൂസ്. അപ്പോൾ പുള്ളി തന്നെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഒരുപാട് സമയം ഇങ്ങനെ ഫാൻറ്റസി വേൾഡിൽ ഇരിക്കാനാണ് പുള്ളി ആഗ്രഹിക്കുന്നത് അല്ലേ. ആൻസർ അതുകൊണ്ടാണ് ഫെറ്റിഷിസം വന്നിരിക്കുന്നത് കേട്ടോ. ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. അവർ എന്ത് കണ്ടാലും കട്ടുകൊണ്ട് പോകും, അവരിങ്ങനെ സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ സാധനങ്ങളും കട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരെയാണ് ക്ലെപ്റ്റോമാനിയ ഉള്ള അസുഖക്കാർ ചെയ്യുന്നത്. സാഡോമാസോക്കിസംകാരാണ് സെക്സ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള പാർട്ട്ണറിനെ ഉപദ്രവിച്ചുകൊണ്ട് അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരാണ് സാഡോമാസോക്കിസം. വോയറിസംകാരാണ് മറ്റുള്ളവർ സെക്സ് ചെയ്യുന്നത് കാണുമ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷം വരുന്നത്. അപ്പം ഇത്രയാണ് ആ ഒരു കാറ്റഗറീസ് അവർ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. നമ്മുടെ ചോദ്യം അനുസരിച്ചിട്ട് നമ്മളുടെ ആൻസർ വരുന്നത് ഫെറ്റിഷിസം ആണ് ആൻസർ വരുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് പോവാം. Question number 2. Which of the following psychiatric disorders is most common among patients with bulimia nervosa? അപ്പോൾ ഏത് സൈക്കാട്രിക് ഡിസോർഡർ ആണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത്? ബുലീമിയ നെർവോസ കാണപ്പെടുന്നത് ഏത് സൈക്കാട്രിക് ഡിസോർഡറിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ബുലീമിയ നെർവോസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർക്ക് ഓവർ കോൺഷ്യസ് ആണ്, അവരുടെ വെയിറ്റിനെ പറ്റിയിട്ട് അവർ ഭയങ്കരമായിട്ട് ഓവർ കോൺഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് വെക്കും. അപ്പോൾ അവർ തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടിപ്പോയിട്ട് അവർ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കി അവർ തന്നെ വോമിറ്റ് ചെയ്ത് കളയും. അതാണ് ബുലിമിയ നെർവോസ. അപ്പം നമുക്ക് കാണാൻ പറ്റും ഏത് ഏത് സൈക്കാട്രിക് ഡിസോർഡറിലാണ് ഇത് കോമൺ ആയിട്ട് വരുന്നത്. നോക്കിയേ. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, പാനിക് ഡിസോർഡർ, ഇന്റർമിറ്റന്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ. ഇതിനകത്ത് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, മേജർ ഡിപ്രസീവ് ഡിസോർഡർ.
മേജർ ഡിപ്രഷനുള്ള ആൾക്കാരിൽ ഒരു 50 തൊട്ട് 85% വരെ ആൾക്കാർ ബുലിമിയ നെർവോസ കാണിക്കാറുണ്ട്. നോക്കിക്കേ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഇസ് എ മോസ്റ്റ് കോമൺ സൈക്കാട്രിക് കോമോബിഡിറ്റി ഇൻ ബുലിമിയ നെർവോസ. 50 തൊട്ട് 85% വരെ ആൾക്കാർ എന്താണ് ബുലിമിയ നെർവോസ കാണിക്കാറുണ്ട്. ഇപ്പം മേജർ ഡിപ്രഷൻ കേസ് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഒരു ഭയങ്കര തിന്നായിരിക്കും, അവർ ഫുഡൊന്നും കറക്റ്റായിട്ട് കഴിക്കത്തില്ല, അവർക്ക് മെയിനായിട്ട് ഈ ഒരു പ്രോബ്ലം കാണും, ബുലിമിയ നെർവോസ കാണാറുണ്ട് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, മാനിക് എപ്പിസോഡ്സ് ഇൻ ഓൾഡ് പീപ്പിൾ ആർ അസോസിയേറ്റഡ് വിത്ത്. ഇപ്പം മാനിക് എപ്പിസോഡ്സ് ഓൾഡ് പീപ്പിൾ ആണ് കേട്ടോ, പ്രായമായിട്ടുള്ള ആൾക്കാരിൽ എങ്ങനെയാണ് മാനിയ എപ്പിസോഡ് കാണുന്നതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ലെസ് യൂഫോറിയ, ലെസ് മിക്സഡ് പ്രസന്റേഷൻ വിത്ത് ഡിപ്രഷൻ, ലെസ് പാരനോയിഡ് ഡെലൂഷൻസ്, മോർ ഹൈപ്പർ ആക്ടിവിറ്റി, മോർ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്. ആൻസർ വരുന്നത് ലെസ് യൂഫോറിയ ആണ്. കാരണം ബാക്കി എല്ലാ ഉത്തരങ്ങളും നേരെ ഓപ്പോസിറ്റ് ആണ് അവർ എഴുതിയിരിക്കുന്നത്. അതായത് ലെസ് മിക്സഡ് പ്രസന്റേഷൻ വിത്ത് ഡിപ്രഷൻ, ഇവരിൽ എന്താണ് ലെസ് അല്ല മോർ ആയിരിക്കും മിക്സഡ് പ്രസന്റേഷൻ. കാരണം മോർ ഡിപ്രഷൻ ആയിരിക്കും ഇവർ, അല്ലെ, പ്രായമാണ്, ഓൾഡ് ഏജ് ആണ്, ചെറിയ ആൾക്കാരല്ല, അല്ലെ, യങ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഓൾഡ് ഏജ് ആണ്. അപ്പൊ ഇവർക്ക് കൂടുതലും ഡിപ്രഷൻ ആയിരിക്കും. ഇവർക്ക് കൂടുതലും മെയിനൊക്കെ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്താണ്, ഒന്നെങ്കിൽ എന്തെങ്കിലും അസുഖം മൂലം, എന്തെങ്കിലും ന്യൂറോളജിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നിന്റെ സൈഡ് എഫക്റ്റ്, അങ്ങനെയൊക്കെയാണ് ഇവർക്ക് കൂടുതലും മെയിനിയ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പൊ ഇവർക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്, യങ്സ്റ്റേഴ്സിൽ നിന്ന് ഓപ്പോസിറ്റ് ആണ്. ഇവർക്ക് കൂടുതലും മിക്സഡ് പ്രസന്റേഷൻ വിത്ത് ഡിപ്രഷൻ ആയിരിക്കും. അത് ഡിപ്രഷൻ മോർ ആയിരിക്കും. മോർ പാരനോയിഡ് ഡെലൂഷൻസ് പറഞ്ഞാൽ അപ്പച്ചന്മാരൊക്കെ പറയുമായിരിക്കും, അയ്യോ അവരെന്നെ കൊല്ലാൻ വരുന്നുണ്ട്, ആരാൻ തന്നെ കൊല്ലാൻ വരുന്നുണ്ട്, ആരാൻ തന്നെ അവിടെ തോക്ക് കൊണ്ട് അവിടെ നോക്കിയിരിപ്പുണ്ട്, അല്ലെ എന്താണ് വെട്ടുകത്തി കൊണ്ട് നോക്കിയിരിപ്പുണ്ട്, അങ്ങനെയൊക്കെ ഒരു പറയും. അതായത് മോർ പാരനോയിഡ് ഡെലൂഷൻ ആയിരിക്കും. അവർക്ക് ഇങ്ങനെ ആരാണ്ട് ത്രെട്ട് ചെയ്യുന്നു എന്ന് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. മോർ ഹൈപ്പർ ആക്ടിവിറ്റി അല്ല, ഇവർക്ക് ലെസ് ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. മാനുവലിൽ സാധാരണ മോർ ഹൈപ്പർ ആക്ടിവിറ്റി, പക്ഷെ ഓൾഡ് ഏജിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, ലെസ് ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. മോർ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് അല്ല, ലെസ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ആയിരിക്കും. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പല കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഒരു പൂവിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്, കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയെ പറ്റിയിട്ടായിരിക്കും, അത് കഴിയുമ്പോൾ വേറെ എന്തിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. യാതൊരു റിലേഷനും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ഇവർ പറഞ്ഞു പോകുന്നത്. മോർ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് അല്ല, ലെസ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ആണ് ഓൾഡ് ഏജിൽ കാണുന്നത്. ഇത് ബാക്കിയുള്ളതെല്ലാം എന്താണ്, യങ്സ്റ്റേഴ്സിലാണെന്ന് സയൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നോക്കിയേ, മാനിയ ഇൻ ഓൾഡ് പീപ്പിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ലെസ് യൂഫോറിയ. യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ഇങ്ങനെ സന്തോഷം, അല്ലെ, എക്സ്ട്രീം സന്തോഷം കാണിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇവർ വളരെ കുറച്ചേ ഉള്ളൂ അങ്ങനെ കാണിക്കത്തുള്ളൂ. നോർമലി മാനിയക്കാർ എന്താണ് ഒരുപാട് ഇങ്ങനെ കാണിക്കും, മോർ യൂഫോറിയ ആയിരിക്കും. പക്ഷെ ഓൾഡ് ഏജിൽ ലെസ് ആണ് കേട്ടോ, ലെസ് യൂഫോറിയ ആയിരിക്കും, ലെസ് ഹൈപ്പർ ആക്ടിവിറ്റി, ലെസ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്. ഇവർക്ക് ആകെ കൂടുതലുള്ളത് മോർ മിക്സഡ് പ്രസന്റേഷൻ ആണ്, മോർ പാരനോയിഡ് ഐഡിയേഷൻ. അതാണ് ആരോ ഒരാൾ എന്നെ എന്തോ ചെയ്യാൻ വരുന്നു എന്നായിരിക്കും ഇവർ കൂടുതലും പറയുന്നത്. ഇനി അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്, മാനിക് എപ്പിസോഡ്സ് ഓൺ ഓൾഡ് പീപ്പിൾ ആർ അസോസിയേറ്റഡ് വിത്ത്, എന്താണോ കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൻസർ ലെസ് യൂഫോറിയ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, ഓൾ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡെലിരിയം എക്സെപ്റ്റ്. അപ്പൊ പേഷ്യന്റ് എന്താണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡെലിരിയം, ചില പേഷ്യൻസ് ഉണ്ട് അല്ലെ, ഓപ്പറേഷൻ കഴിയുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആയി, ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് ഡെലിരിയം വരും, അതായത് അക്യൂട്ടായിട്ട് പെട്ടെന്നായിരിക്കും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ എല്ലാം കറക്റ്റ് ആണ്, തെറ്റുത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലോട്ട് പോവാം. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതിന് മുമ്പ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്കൊന്ന് നോക്കിയിട്ട് ഓപ്ഷൻ ബി എയിലോട്ട് വരാം, കറക്റ്റ് ആയിട്ടുള്ള ഇതിലോട്ട് വരാം കേട്ടോ. നോക്കിയേ, ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ ആൻ 80-year-old man ആഫ്റ്റർ ഗ്യാസ്ട്രക്ടമി. അപ്പൊ 80 വയസ്സുള്ള ഒരാളിന് ഗ്യാസ്ട്രക്ടമി കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡെലിവറി ഉണ്ടാകും. കാരണം ഏജ് അത്രയുണ്ട് അല്ലെ, 80 വയസ്സുണ്ട്. ഇനി ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ എ 16-year-old ഗേൾ ആഫ്റ്റർ റീനൽ ട്രാൻസ്പ്ലാന്റ്. അപ്പൊ നോക്കിയേ, 80 വയസ്സുണ്ട്, 16 വയസ്സുണ്ട്. പക്ഷെ 16 വയസ്സിൽ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ നോക്കി ഏതാന്ന്, റീനൽ ട്രാൻസ്പ്ലാന്റ്, കോംപ്ലിക്കേറ്റഡ് സർജറി കഴിഞ്ഞാൽ പേഷ്യൻസിന് ഡെലിവറി ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഹാലോപെരിഡോൾ ഈസ് വൺ ഓഫ് ദ ട്രീറ്റ്മെന്റ്സ് ഓഫ് ചോയ്സ്. ഡെഫിനറ്റ്ലി ഹാലോപെരിഡോൾ ആണ് ഒരു ട്രീറ്റ്മെന്റ്. ഫിസിക്കൽ റെസിസ്റ്റൻസ് ഷുഡ് ബി അവോയ്ഡഡ് ഇഫ് പോസിബിൾ. ഡെലിരിയം ഡിമെൻഷ്യ പേഷ്യൻസിന്റെ നമുക്കറിയാം അല്ലെ, കാരണം എന്താണ്, അവരെ നമ്മൾ എത്ര റെസിസ്റ്റൈൻ ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല. കാരണം അവർക്ക് അവരുടെ ബ്രെയിൻ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്കൊപ്പം ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ എന്താണ്, അവരെ കൂടുതലും നമ്മൾ ഫിസിക്കലി റെസിസ്റ്റൈൻ ചെയ്യേണ്ട കാര്യമില്ല. അവരെ ജസ്റ്റ് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ്, അവർ വീഴാതെയൊക്കെ നമ്മൾ നോക്കിയാൽ മതി. അവരതിലേക്കൊന്ന് കറങ്ങി അടിച്ച് നടന്നിട്ട് നേരെ ബെഡിലോട്ട് പൊക്കോളും. പക്ഷെ നമ്മൾ എന്താണ് റെസിസ്റ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അവർ കൂടുതൽ അജിറ്റേറ്റഡ് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ഫിസിക്കൽ റെസിസ്റ്റൈൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇനി ഓപ്ഷൻ എ എന്തുകൊണ്ടാണ് ആൻസർ വന്നിരിക്കുന്നത് നോക്കിയേ, എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ റോങ് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡെലിരിയം കനോട്ട് ബി ഡയഗ്നോസ്ഡ് ഇഫ് ഓൾ ലാബറട്ടറി റിസൾട്ട്സ് ആർ നോർമൽ.
ലാബറട്ടറി റിസൾട്ട്സും ഡെലിരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല അല്ലേ? അതുകൊണ്ടാണ് ആ ഒരു ആൻസർ വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നോക്കിക്കേ, 30% ഓഫ് പേഷ്യൻസ് സഫറിംഗ് ഫ്രം ഡെലിരിയം മേ ഹാവ് നോർമൽ ലാബറട്ടറി റിസൾട്ട്സ് ബട്ട് നോ അബ്നോർമാലിറ്റി വാസ് ഫൗണ്ട്. അവർക്ക് ഒരു അബ്നോർമാലിറ്റി നമുക്ക് കാണാൻ പറ്റത്തില്ല ലാബ് റിസൾട്ടിൽ. ഡെലിരിയം കാം ഒക്കർ ഇൻ യങ് പീപ്പിൾ ഹു അണ്ടർഗോ എ കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻ വിത്ത് ഇമ്മ്യൂണോ സപ്രസന്റ്. ഇപ്പൊ യങ് പീപ്പിളിൽ എപ്പോഴാണ് ഡെലിരിയം ഉണ്ടാകുന്നത്? എപ്പോഴെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷന് ശേഷമായിരിക്കും അവർക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ച് എന്താണ്? ഇമ്മ്യൂണോ സപ്രന്റ്. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ കിഡ്നി റീനൽ ട്രാൻസ്പ്ലാന്റ് ആണ് അല്ലേ? അപ്പോൾ ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ടുള്ള കേസാണ്. അപ്പൊ അങ്ങനെയാണ് അവർക്ക് ഡെലിരിയം ഉണ്ടാകുന്നത്. അപ്പൊ ഓൾഡ് ഏജിനൊക്കെ നോർമൽ ആണ് ആഫ്റ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് അവർക്ക് ഡെലിരിയം ഉണ്ടാകുക എന്നുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. A 70-year-old man with a history of drinking Chinese wine, hepatitis, chronic failure, and hypertension was brought by his wife to the hospital for treatment of an acute cellulitis. He was noted to have tachycardia in the accident and emergency department. You are the on-call medical resident, and this man was admitted to the medical ward. What is the most appropriate first approach? ഓക്കെ, അപ്പോൾ വയസ്സ് നോക്കാം. 70-year-old മാനാണ്. നല്ല പ്രായമുണ്ട് അല്ലേ? 70-year-old മാനാണ്. ഹിസ്റ്ററി എന്തൊക്കെയാണ്? ഹിസ്റ്ററി ഓഫ് ഡ്രിങ്കിങ് ചൈനീസ് വൈൻ കുടിക്കും. ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ക്രോണിക് റീനൽ ഫെയിലിയർ ആണ്. പ്ലസ് ഹൈപ്പർ ടെൻഷനും ഉണ്ട്. ഇനി കൊണ്ടുവന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. എന്ത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിനെല്ലാം മുകളിൽ എന്താണ്? അക്യൂട്ട് സെല്ലുലൈറ്റിസ്, കല്ലില് സെല്ലുലൈറ്റിസും ഉണ്ട്. അപ്പം യു വാസ് നോട്ടഡ് ടു ഹാവ് ടക്കിക്കാർഡിയ. ഇപ്പൊ പേഷ്യന്റ് നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? ടക്കിക്കാർഡിയാണ്. ഹാർട്ട് റേറ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പൊ വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫസ്റ്റ് അപ്രോച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ അപ്രോച്ച് എന്താണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അസസ് ഷോർട്ട് ടേം റീകോൾ ടു റൂൾ ഔട്ട് ഡിമെൻഷ്യ ഓൺ ഡെലിരിയം. പേഷ്യന്റ് വന്നതേ ഉള്ളൂ, അപ്പൊ നമ്മള് ഡിമെൻഷ്യ ഡെലിരിയം നമ്മൾ ചെക്ക് ചെയ്യുമോ? ഓക്കെ, അസസ്മെന്റ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് പോസിബിൾ ആയിട്ട് നമുക്കത് നോക്കാം. രണ്ടാമത്തെ നോക്കി, ഒബ്റ്റെയിൻ ഹിസ്റ്ററി ഫ്രം കൊളാട്രൽസ് വെദർ ഹി ഹാസ് ഇൻഫാക്ട് ബീൻ ഡ്രിങ്കിങ് ചൈനീസ് വൈൻ റീസെന്റ്. അവിടെ ഹിസ്റ്ററി കളക്ഷൻ ആണ് അല്ലേ? നമുക്കപ്പോൾ ഹിസ്റ്ററി കളക്ഷൻ എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹിസ്റ്ററി കളക്ട് ചെയ്യും. അപ്പൊ അതാണ് ആൻസർ അവിടെ വന്നിരിക്കുന്നത്. എന്നാലും ബാക്കി ആൻസർ എങ്ങനെയാണ് റോങ് ആകുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, പുട്ടിം ഓൺ propranolol 10 milligram 3 times per day to control tachycardia. Start diazepam 5 mg 3 times per day to prevent delirium treatments. Start lorazepam 1 mg 3 times per day to prevent delirium tremens. അപ്പൊ ഇത്രയും എല്ലാ മരുന്നിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രൊപ്പനലോള്, ഡയസപ്പാമ്, ലോറാസപ്പാമ്, 3 മരുന്നുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ടോ? ഇല്ല. ഒന്നെങ്കിൽ നമ്മൾ അസസ്മെന്റ് ചെയ്യും, അതിനുശേഷം ഹിസ്റ്ററി കളക്ഷൻ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ മെഡിക്കേഷനിലോട്ട് പോകത്തുള്ളൂ. കാരണം എന്താ? ഈ ഹിസ്റ്ററി എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ പേഷ്യന്റ് ഏതെങ്കിലും ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതാണ് ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കുന്നത്. ഒബ്റ്റെയിൻ ഹിസ്റ്ററി ഫ്രം കൊളാട്രൽസ് വെദർ ഹി ഹാസ് ഇൻഫാക്ട് ബീൻ ഡ്രിങ്കിങ് ചൈനീസ് വൈൻ റീസെന്റ്. Okay, this patient is already at a high risk for delirium based on his age. Age 70 years ആണ് അല്ലേ? And medical comorbidities ഇൻക്ലൂഡിങ് ക്രോണിക് റീനൽ ഫെയിലിയർ. അപ്പോൾ ഓൾറെഡി ഡെലിരിയത്തിന് റിസ്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഒരു അസസ്മെന്റ് നമ്മൾ അപ്പം നടത്തേണ്ട ആവശ്യമില്ല. Without adequate collateral history, providing a high dose of regimen of potentially unnecessary benzodiazepine puts the patient at a risk of worsened delirium. അപ്പൊ നമ്മളൊരു വിതൗട്ട് ഹിസ്റ്ററി നമുക്ക് ഒരു മരുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യമേ തന്നെ പേഷ്യൻസിന്റെ ഹിസ്റ്ററി കളക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ മെഡിക്കേഷൻ ഒക്കെ കൊടുക്കത്തുള്ളൂ. His elevated heart rate may reflect agitation or pain due to acute cellulitis. അപ്പോൾ ഒരു ഹാർട്ടിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കത്തില്ല ടക്കിക്കാർഡിയ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പെയിൻ ഉള്ളപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും അല്ലേ? അതുകൊണ്ട് എന്താണ്? പെയിൻ ഉള്ളത് കൊണ്ടായിരിക്കണം ആ പേഷ്യന്റിന് അത്രയും ടക്കിക്കാർഡിയ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഹിസ്റ്ററി എന്നുള്ള ആൻസർ വന്നിരിക്കുന്നത് കേട്ടോ. ഒബ്റ്റെയിൻ ഹിസ്റ്ററി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്? 70-year-old മാനാണ്, പേഷ്യന്റ് ഇത്രയും ഹിസ്റ്ററി ആയിട്ട് വന്നു, അക്യൂട്ട് സെല്ലുലൈറ്റിസ് ആണ്, ടക്കിക്കാർഡിയ ഉണ്ട്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫസ്റ്റ് അപ്രോച്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്റ്റെയിൻ ഹിസ്റ്ററി ആണ് ഫസ്റ്റ് അപ്രോച്ച്. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. എ 70-year-old woman with severe depressive symptoms and strong suicidal ideation which is not responded to amitriptyline 150 milligram daily and fluoxamine 200 milligram daily. Each medication was tried for 6 months with good adherence. She has good past health. Her children consult
consult you for further management. The most appropriate treatment which you would recommend is. അപ്പൊ നമുക്ക് നോക്കാം. എത്രയാണ് വയസ്സ്? 70-year-old ആണ്. അസുഖം സിവിയർ ഡിപ്രസീവ് സിംറ്റംസ് ആൻഡ് സ്ട്രോങ് സൂയിസൈഡൽ ഐഡിയേഷൻ ആണ് കേട്ടോ. സ്ട്രോങ് സൂയിസൈഡൽ ഐഡിയേഷൻ ആണ്. which is not responded to amitriptyline 150 milligram daily and fluoxamine 200 milligram daily. Each medication was tried for 6 months with good adherence. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, 6 മാസമായിട്ട് ഈ അമിട്രിപ്റ്റിനും ഫ്ലൂഓക്സാമിനും കറക്റ്റ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഗുഡ് അഡറൻസ് അല്ലെ, കറക്റ്റ് ആയിട്ട് അവർ മെഡിക്കേഷൻ കൊടുത്തിട്ട് ഒരു കുറവുമില്ല. ഇപ്പൊ എന്തായി, സിവിയർ ഡിപ്രസീവ് സിംറ്റംസും സ്ട്രോങ് സൂയിസൈഡൽ ഐഡിയേഷനുമായിട്ടാണ് ഈ 70-year-old ആയിട്ടുള്ള പേഷ്യന്റ് നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം അവരുടെ കുട്ടികളാണ് കൊണ്ടുവന്നത്, ചിൽഡ്രൻ കൊണ്ടുവരുവാണ്. അപ്പം നമ്മൾ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ഡോണപ്പസിൽ, ഒൾനാസാപ്പിൻ, റിപ്പിറ്റേറ്റീവ് ട്രാൻസ്ക്രമിനൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ. അപ്പോൾ ആൻസർ വരുന്നത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ആണ് കേട്ടോ. കാരണം എന്താണ്, ദിസ് എൽഡർലി വുമൺ സഫേഴ്സ് ഫ്രം ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ഡിപ്രഷൻ. കാരണം 6 മാസമായിട്ട് ഭയങ്കര കറക്റ്റായിട്ട് മരുന്ന് കൊടുത്തിട്ടും ഒരു കുറവുമില്ല, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ട്രീറ്റ്മെന്റ് റെസിസ്റ്റ്, ആ മരുന്ന് റെസിസ്റ്റന്റ് ആണ് അല്ലെ, ആ മരുന്നിനോട് റെസിസ്റ്റന്റ് ആയിട്ട് ഡിപ്രഷൻ ആയിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ്, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ടു ട്രീറ്റ് ദ സൂയിസൈഡൽ ഐഡിയേഷൻ. ആ ഒരു സൂയിസൈഡൽ ഐഡിയേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ECT കൊടുക്കാൻ പറ്റും, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി കൊടുക്കാൻ പറ്റും. നോക്കി, ഓൾഡ് ഏജ് ഇസ് നോട്ട് എ കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഓൾഡ് ഏജ് ഒരിക്കലും ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിക്ക് ഓർത്ത് വെക്കുക. അപ്പം അതുകൊണ്ടാണ് ആൻസർ ECT വരുന്നത് കേട്ടോ. 70-year-old ആണ്, ഡിപ്രഷൻ ആണ്, സ്ട്രോങ് സൂയിസൈഡ് ഐഡിയേഷൻ ആണ്. അവർ കറക്റ്റ് ആയിട്ട് 6 മാസം മരുന്ന് കൊടുത്തു, എന്നിട്ടും കുറവില്ല, അതുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് മരുന്ന് കൊടുത്തിട്ടും കുറയാത്ത എന്തുകൊണ്ടാണ്, ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ഡിപ്രഷൻ ആണ്. അവിടെ ആ ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് അവർക്ക് അതൊന്നും വർക്കൗട്ട് ആകാത്തത്. അതുകൊണ്ട് നമുക്ക് നേരെ എന്തിലോട്ട് പോവാം, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. A 75-year-old man presents with prominent neurological signs such as apraxia, gait abnormalities, and mild cognitive impairment. He is most likely to suffer from. 75-year-old man ആണ് കേട്ടോ, 75 വയസ്സുണ്ട്. വന്നിരിക്കുന്നത് എന്തൊക്കെയായിട്ടാണ്, ന്യൂറോളജിക്കൽ സയൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ന്യൂറോളജിക്കൽ സയൻസിനകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അപ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് മൂവ്മെന്റ്സ്, അവർ നടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്ന മൂവ്മെന്റ്സും അല്ലെങ്കിൽ മസിൽ മൂവ്മെന്റ്സ് അവർക്ക് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അപ്രാക്സിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ഗേറ്റ് അബ്നോർമാലിറ്റീസ് അല്ലെ, നടക്കുന്ന സമയത്തൊക്കെ ഗേറ്റ് അബ്നോർമാലിറ്റി, നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വെച്ചൊക്കെ ആയിരിക്കും നടക്കുന്നത്. അതിന്റെ മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, ഒരുപാടില്ല, മൈൽഡ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഇമ്പയർമെന്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് വരുമ്പോൾ എന്തായിരിക്കുമെന്ന് നമ്മൾ എങ്ങനെയാണ് കൺഫേം ചെയ്തത്. ഹി ഈസ് മോസ്റ്റ് ലൈക്ലി ടു സഫർ ഫ്രം, എന്ത് അസുഖം കൊണ്ടായിരിക്കും, എന്ത് കാരണം കൊണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അൽസിമേഴ്സ് ഡിസീസ്, ഓപ്ഷൻ ബി കോർട്ടിക്കൽ ഡിമെൻഷ്യ, ഓപ്ഷൻ സി ഡെലിരിയം, ഓപ്ഷൻ ഡി സ്യൂഡോ ഡിമെൻഷ്യ ആൻഡ് ഓപ്ഷൻ ഇ സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യ. ആൻസർ വരുന്നത് സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യ ആണ് കേട്ടോ. സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കോഗ്നിറ്റീവ് ഡെഫിസിറ്റ് ആൻഡ് പ്രസൻസ് ഓഫ് ന്യൂറോളജിക്കൽ സയൻസ്. അപ്പൊ നമ്മളുടെ സബ് കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോർട്ടെക്സിന്റെ താഴത്തെ ഭാഗം. അപ്പൊ ഈ കോർട്ടെക്സിന്റെ താഴത്തെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മസിൽസിനെയൊക്കെ ഈ ഒരു എക്സിക്യൂഷൻ പരിപാടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഭാഗം നമ്മുടെ കോർട്ടക്സിന്റെ താഴത്തെ ഭാഗമാണ്. അതുകൊണ്ടാണ് സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത് കേട്ടോ. അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോഴേക്കും അവർക്ക് എന്താണ്, അവർ കാണിക്കുന്നത് ഈ മസിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതായത് അപ്രാക്സിയ, ഗേറ്റ് അബ്നോർമാലിറ്റീസ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഇനി കോർട്ടിക്കൽ ഡിമെൻഷ്യ ആണ് അൾസിമേഴ്സ് ഡിസീസ്. നമ്മുടെ കോർട്ടക്സിനകത്താണ് നമ്മുടെ മെമ്മറി ഫുൾ ഉള്ളത്. അപ്പൊ മെമ്മറിക്ക് പ്രോബ്ലം പറ്റുന്നത് കോർട്ടിക്കൽ ഡിമെൻഷ്യയിലാണ്, അൾസിമേഴ്സ് ഡിസീസ് ഓർത്ത് വെക്കുക. സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മസിൽസ്, അത് ന്യൂറോളജിക്കൽ സയൻസ് ആയിരിക്കും പേഷ്യൻസ് കാണിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. Question number 8. You are helping a mother to develop the behavioral program to deal with her son who has oppositional defiant disorder. Which of the following is the most significant component of this program? ഇപ്പോൾ അമ്മയാണ് അല്ലെ, ഒരു അമ്മേനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അവരുടെ മോന്റെ ബിഹേവിയറൽ പ്രോഗ്രാം, ബിഹേവിയർ നമ്മൾ നന്നായിട്ട് പഠനം. ക്വസ്റ്റ്യൻ എന്താ ശരിക്കും പ്രോബ്ലം, ഒപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ. എന്താണ്, നമ്മുടെ OCD പോലെ തന്നെ മറ്റൊരു അസുഖം ODD, ഇതിന് പറയുന്നത് ODD എന്നാണ് കേട്ടോ, ഒപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ. ഓപ്പോസിറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ചില കുട്ടികളുണ്ടല്ലേ,
പേരൻസ് പറഞ്ഞാൽ എന്താണ് അവർ കേൾക്കത്തില്ല. അവരെപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലേ നിൽക്കത്തുള്ളൂ. അത് അവരൊന്നും അനുസരിക്കത്തില്ല. ടീച്ചേഴ്സ് പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ചിലരുണ്ട് ഇങ്ങനെ മുതിർന്ന ആൾക്കാരുമായിട്ട് ഭയങ്കരമായിട്ട് ആർഗ്യുമെന്റ് ചെയ്യും ആ പിള്ളേർ. അപ്പം നമ്മളിവർ കാണുമ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യുന്നത്? അവരുടെ ഭാഗം കറക്റ്റാണ് കറക്റ്റാണ്. അവർ ഒരു തെറ്റ് സമ്മതിക്കത്തില്ല. അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ സമ്മതിക്കത്തില്ല. അവരതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒപ്പോസിഷൻ ഡിഫൈൻഡ് ഡിസോർഡർ എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. ഒപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ. അപ്പൊ അതാണ് കുട്ടിയുടെ അസുഖം. അപ്പൊ ആ ഒരു കുട്ടീനെ മാനേജ് ചെയ്യുന്ന മാതാപിതാക്കൾ നല്ലതായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അല്ലെ? ആ സമയത്ത് ആ ഒരു ബിഹേവിയറൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് മോസ്റ്റ് എന്താണ് ഫോളോയിങ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് കോമ്പോണന്റ് ഓഫ് ദിസ് പ്രോഗ്രാം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എക്സ്റ്റിങ്ഷൻ, ഓപ്ഷൻ ബി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഓപ്ഷൻ സി പണിഷ്മെന്റ്, ഓപ്ഷൻ ഡി സ്കൂൾ സസ്പെൻഷൻ, ഓപ്ഷൻ ഇ സ്ട്രിക്റ്റ് പേരന്റിങ്. അല്ലെ? എല്ലാം നമുക്ക് ഇത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പണിഷ്മെന്റ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്കൂൾ സസ്പെൻഷൻ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്ട്രിക്റ്റ് പേരന്റിങ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നശിപ്പിച്ച് കളയാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്ത് അവനെ ചേർത്ത് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിയേ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഓഫ് പ്രൊമോട്ടിംഗ് ഡിസൈറബിൾ ബിഹേവിയേഴ്സ് ത്രൂ റിവാർഡ്സ് ഇസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് കമ്പോണന്റ് ഓഫ് ദിസ് പ്രോഗ്രാം. അപ്പൊ റിവാർഡ്സ് ഒക്കെ കൊടുത്ത് റീഇൻഫോഴ്സ്മെന്റ് ചെയ്ത് ആ കുട്ടിയെ കൂടെ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. An 11-year-old boy presents with motor and vocal tics for 2 years. Which of the following medication is the best first line treatment? അപ്പൊ 11 വയസ്സാണ് കേട്ടോ കുട്ടിക്ക്. 11 വയസ്സാണ് കുട്ടിക്ക്. എന്താണ് അസുഖം? മോട്ടോർ ആൻഡ് വോക്കൽ ടിക്സ് ആണ്. വോക്കൽ ടിക്സ് ഫോർ 3 years. ലാസ്റ്റ് 2 വർഷമായിട്ടാകും. നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഹിച്ചിക്കി എന്ന് പറഞ്ഞിട്ട് റാണി മുഖർജിയുടെ ഒരു മൂവി ഉണ്ട്. അതിനകത്ത് അവൾക്ക് ആ ഒരു അസുഖമാണ്. അപ്പം ആ ഒരു അസുഖമാണ്. അപ്പം 2 വർഷമായിട്ട് ആ കൊച്ചു അതുമായിട്ട് സഫർ ചെയ്യുവാണ്. അപ്പം എന്താണ് ബെസ്റ്റ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുത്തതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചു വെച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് റിസ്പെരിഡോൺ ആണ് കേട്ടോ. റിസ്പെരിഡോൺ. ഇപ്പൊ ഫ്ലൂഓക്സിറ്റിൻ എന്ന് പറഞ്ഞാൽ ഡിപ്രഷന് കൊടുക്കുന്ന മരുന്നാണ്. ലൊറാസെപ്പാൻ നമുക്കറിയാം ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സിന് കൊടുക്കുന്ന മരുന്നാണ്. മീഥൈൽ ഫെനിഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ADHDയിൽ കൊടുക്കുന്ന മരുന്നാണ്. സോഡിയം വാൽപ്പറേറ്റ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ബൈപ്പോളാർ ഡിസീസ് അല്ലെങ്കിൽ എപ്പിലെപ്സിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ്. അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? റിസ്പെരിഡോൺ ആണ് കേട്ടോ വരുന്നത്. നോക്കിക്കേ, ദ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ്സ് ഓഫ് ടോറസ് സിൻഡ്രം എന്നാണ് പറയുന്നത് കേട്ടോ. ടോറസ് സിൻഡ്രം. സോ ടോറസ് സിൻഡ്രം ആൻഡ് ക്രോണിക് ടിക് ഡിസോർഡേഴ്സ് ആർ ആന്റിസൈക്കോട്ടിക് മെഡിക്കേഷൻ സച്ചസ് ഹാലോപെരിഡോൾ ഓർ റെസ്പിരിഡോൺ. ഒന്നെങ്കിൽ ഹാലോപെരിഡോൾ അല്ലെങ്കിൽ റെസ്പിരിഡോൺ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ലീസ്റ്റ് ലൈക്ലി ടു ബി ദ എത്തിയോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ? അപ്പൊ ലീസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം കറക്റ്റ് ആയിരിക്കും. ഏതാണ് തെറ്റെന്നാണ് നമ്മൾ എഴുതേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ലീസ്റ്റ് ലൈക്ലി ടു ബി ദ എത്തിയോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ആന്റിനേറ്റൽ എക്സ്പോഷർ ടു ആൽക്കഹോൾ. അത് ഉറപ്പായിട്ടും കാണും അല്ലെ? കാരണം ആന്റിനേറ്റൽ പീരീഡിൽ നമ്മൾ അതുകൊണ്ടാണ് ആൽക്കഹോൾ എടുക്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മെന്റലി പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആന്റിനേറ്റൽ എക്സ്പോഷർ ടു നിക്കോട്ടിൻ, അതും റീസൺ ആണ്. ഡെലിവറി കോംപ്ലിക്കേഷൻസ്, അതും റീസൺ ആണ്. ഹൈ ബർത്ത് വെയിറ്റ് റീസൺ ആണോ? അല്ല. അതുകൊണ്ടാണ് അത് ആൻസർ വന്നിരിക്കുന്നത്. ബാക്കി നോക്കിയ ഓപ്ഷൻ ഈ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഡ്യൂറിങ് ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്. നേരത്തെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിട്ടെങ്കിൽ എന്താണ് ആ പിള്ളേർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ലീസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ എന്താ ആൻസർ വരുന്നത്? ഹൈ ബർത്ത് വെയിറ്റ് വന്നിരിക്കുന്നത്. ലോ ബർത്ത് വെയിറ്റ് നോട്ട് ഹൈ ബർത്ത് വെയിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ADHD. ഒരിക്കലും വെയിറ്റ് കാരണം, ഒന്നെങ്കിൽ അത് ലോ ആയിക്കോട്ടെ ഹൈ ആയിക്കോട്ടെ, ഒരിക്കലും കുട്ടികളിൽ ADHD ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ ആൻസർ ഹൈ ബർത്ത് വെയിറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.